നമ്മുടെ സമൂഹത്തിലുള്ള കുറച്ച് പേരെയൊക്കെ കൊണ്ടുപോകായിരിക്കും. പക്ഷെങ്കിൽ ഒരു സമൂലമായൊരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള നൂറുകണക്കിന് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ അവർക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. തീർച്ചയായും അവരൊരിക്കലും എന്ത് ചെയ്യത്തില്ല. പ്രോസ്പെരിറ്റി എല്ലാവർക്കും വേണം. ഈ തൂമ്പ എടുക്കുന്നവരെല്ലാം എപ്പോഴും തൂമ്പായും കൊണ്ട് നിൽക്കുന്നു. അവനെ തൂമ്പ കൊണ്ട് കാണാനാണ് നമുക്കിഷ്ടം. അതെ. അവനൊരു നല്ല വീട്ടിൽ പാർക്കുന്നത് നമുക്കിഷ്ടമല്ല. ഒരു നല്ല കാറിൽ യാത്ര ചെയ്യുന്നത് ഇഷ്ടമല്ല. ഒരു നല്ല ആഹാരം കഴിക്കുന്നത് ഇഷ്ടമല്ല. ഒരു നല്ല ഹോട്ടലിൽ കയറുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അത് നമ്മുടെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഇത് സാറ് പറഞ്ഞതുപോലെ ഇവർ വാക്കും പ്രവൃത്തിയും തമ്മിൽ അജഗജാന്തരമുണ്ട്. വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരിക്കലും എന്ത് ചേരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അത് മാറിയിട്ട് ഇപ്പം നമ്മുടെ ഉപദേശിമാരെല്ലാവരും ദൈവം അനുഗ്രഹിക്കണമെന്ന് പറയുന്നുണ്ട്. അത് രക്ഷപ്പെടാനുള്ളൊരു വാക്കായിരിക്കും ഈ അന്യഭാഷാ ഭാഷണം. ആത്മീയതയുടെ ഒരു മൂല്യമായിട്ട് അവർ കാണുന്നത്. എനിക്ക് ഏറ്റവും ഈ രസകരമായി തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ബ്രദറൻ സഭയിലെ സഹോദരങ്ങളൊന്നും അങ്ങനെ അധികം അന്യഭാഷ പറയാറില്ല. പറയുന്നവരുണ്ടായിരിക്കും. ഞാൻ അതിനെപ്പറ്റി അധികം പഠിച്ചിട്ടില്ല. തന്നെ അവർ നമ്മുടെ സഹോദരങ്ങൾ, അന്യഭാഷ പറയാത്തവരാണെന്നും പറഞ്ഞ് അവർ നമ്മുടെ സഹോദരങ്ങളല്ലാതാവുന്നില്ല. അവരെ നമ്മൾ ഒന്നും എന്താ പറയുന്നത്, പുച്ഛിക്കാനൊന്നും നമുക്ക് മനസ്സില്ല. കാരണം എൻ്റെ നാട്ടുകാർ, സൈമൺ സാർ എൻ്റെ നാട്ടുകാരനാണ്, ഞങ്ങൾ അയൽവാസികളാണ്. അപ്പോൾ എനിക്കൊരു ബ്രദറൻ സാഹചര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എനിക്ക് വളരെ പറയാൻ മതി, രസകരമായി തോന്നിയിട്ടുള്ള കാര്യം, പെന്തക്കോസ് സഭകളിലെ ഈ പാട്ട് തീരുമാനമല്ല അന്യഭാഷ പറയും. രണ്ടാമത്തെ പാട്ട് പാടി അതിൻ്റെ അവസാനം അന്യഭാഷ പറഞ്ഞ് തുടങ്ങി മൂർധന്യാവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ്. വേറൊരു കാര്യമുണ്ട്, അതൊരു അപകടകരമായ ഒരു, ഇവിടെ എന്ന് പറഞ്ഞാൽ അന്യം നിൽക്കുന്നൊരു കലാരൂപമുണ്ട്, ഡ്രമ്മടി. സഭകളിലില്ല. ഡ്രം അടിക്കുന്ന ചെറുക്കനാണ് തീരുമാനിക്കുന്നത് ഇന്ന് എത്ര പേര് അന്യഭാഷ പറയണം. ഇവന് പാട്ടൊരു 3/4 ഭാഗമാകുമ്പം ഇവൻ്റെ താളം അങ്ങോട്ടിടും. ഇവൻ ഇതൊരു ഭയങ്കര ലഹരിയാണ്. അടിച്ച് ആളുകളെ എന്ത് ചെയ്യുക, ഇവനാണ് ഇളക്കുന്നത്. അടിച്ച ആളുകളെ അന്യഭാഷയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ പല ആരാധനകളിലും പ്രതലങ്കാർ എഴുതിയ പാട്ടുകൾ പാടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അന്യഭാഷ പറയുന്നത്. അതാണ് ഞാനൊരു രസമെന്ന് പറയുന്നത്. എന്നിട്ട് അവരെ എന്ത് ചെയ്യും, നമ്മളെന്താണെന്ന് എഴുതാൻ, നമ്മൾ ഈ ആത്മാവിൽ നടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല. ആത്മാവിലല്ലേ നമ്മൾ ഫുള്ള് നടക്കുന്നത്. പിന്നെ ഒരു തുണിയൊക്കെ എടുത്തിടുന്നതേ ഉള്ളൂ, ഒരു ഷർട്ടും പാൻറ്റും അല്ലെങ്കിൽ ഒരു ചുരിദാറും സാരിയൊക്കെ എടുത്തിടുന്നതേ ഉള്ളൂ. നമുക്ക് പൂർണ്ണ 24/7 ആത്മാവിൽ നടക്കാനാണ് നമുക്ക് ഇഷ്ടം. ഒരു തരി പഠിക്കാൻ ഇഷ്ടമല്ല, ഒരു തരി വായിക്കാൻ ഇഷ്ടമല്ല, ചിന്തിക്കാൻ ഇഷ്ടമല്ല. അപ്പം ആരെങ്കിലും പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ പറയും, അവൻ പഠിക്കാൻ ഇറങ്ങിയേക്കുന്നു. ചില ഉപദേശിമാർ പറയും പഠിക്കുന്നത് തെറ്റാണ്, വിദ്യാഭ്യാസം തെറ്റാണ്, ഈ പുള്ളിക്കിതില്ല. എന്നിട്ട് ഈ പുള്ളിയുടെ മക്കളെല്ലാം എന്ത് ചെയ്യും, പഠിപ്പിക്കും. ഈ മാക്സിമം എന്ത് ചെയ്യും, പഠിപ്പിക്കും. അപ്പോൾ അച്ഛൻ്റെ മോൻ്റെ കാര്യമോ, അത് അവൻ്റെ മേലൊരു നിയോഗം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ മോൻ പഠിക്കുന്നതോ, അവൻ്റെ മേലൊരു നിയോഗം ഉള്ളതുകൊണ്ടാണ് അവൻ പഠിക്കുന്നത്. അപ്പോൾ നമ്മളാരായി? നമ്മൾ ശശിയായി. അപ്പം ഈ അന്യഭാഷയൊന്നും അല്ല ആത്മീയതയുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. ആത്മീയതയുടെ മാനദണ്ഡം നമുക്ക് ഇപ്പം നിങ്ങൾ എൻ്റെ അടുക്ക ഇരുന്ന് നമ്മൾ അടുത്തടുത്തായിരുന്നു, നിങ്ങൾ പറഞ്ഞ ഭാഷ എനിക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞ ഭാഷ നിങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷേ നമ്മുടെ കുറേ വർഷം കൊണ്ട് നമ്മളൊരു 1200 മണിക്കൂറുകളോളം അല്ലെങ്കിൽ 10,000 മണിക്കൂറുകൾ ഈ ഭാഷ എന്ത് പറഞ്ഞിട്ടുണ്ട്. അന്യഭാഷ പറയേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ പെന്തക്കോസിനകത്ത് അന്യഭാഷയുടെ അതിപ്രസരമുണ്ട്. അതെ, ഈ അന്യഭാഷ പറയുന്നവർ ശരിക്കും ബൈബിൾ പഠിപ്പിക്കുന്നത് അന്യഭാഷ പറയുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, പിന്നെ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. ഇപ്പം ഈ പറയുന്നവന് വ്യാഖ്യാനം ഉണ്ടാവണം. അപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് ആത്മീയ വർധന ഉണ്ടായില്ലെങ്കിൽ, ഈ ഞായറാഴ്ച വന്നിരുന്ന് ഈ അരമണിക്കൂർ അന്യഭാഷ പറയുന്ന ആൾ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവന് ആത്മീയ വർധന ഇല്ലെങ്കിൽ, അവൻ്റെ ജീവിത രീതി ക്രമീകരിക്കപ്പെടുന്നില്ലെങ്കിൽ, ഇവൻ എന്ത് ഭാഷയാണ് സംസാരിച്ചതെന്ന് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യണം. ഇതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് താഴോട്ടുള്ളൊരു സംഭവമാണ്. ദൈവം തൻ്റെ മകനെ ഭൂമിയിലേക്ക് അയക്കുന്നു. മേളിൽ താഴോട്ടുള്ളൊരു ഓർഡറാണ്.
ദൈവം തൻ്റെ മകനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ താഴെയുള്ള സകല ശാപങ്ങളും സകല ഇരുട്ടും എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരുത്തൻ ഈ ഭൂമിയിലേക്ക് വന്ന് എന്ത് ചെയ്യുന്നു? 33.5 വർഷം ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു. ഇതാണ് ആത്മീയതയുടെ ഒരു അടിസ്ഥാനമായി ഞാൻ കാണുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യരാകുക എന്നുള്ളതാണ്. ആത്മീയത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യരാകുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മനുഷ്യനാകാൻ കഴിയില്ല എന്നൊരാൾ പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം യേശുവിനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ദൈവമായ ദൈവപുത്രനായ ക്രിസ്തു ദൈവത്തോടൊത്തുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കുക. കേട്ടിട്ടില്ലേ പ്രസംഗമൊക്കെ? പ്രസംഗിച്ചിട്ടില്ലേ അത്? ദൈവത്തോടൊത്തുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്തു. നമുക്കൊരാളുടെ ദാസനാകാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ അന്യഭാഷ കൊണ്ട് ഒരർത്ഥവും ഇല്ല. പിന്നെ അന്യഭാഷയുടെ വേറൊരു പ്രശ്നം, ഈ അന്യഭാഷാ മത്സരം. ഈ അന്യഭാഷ പറയുന്നവർ മറ്റുള്ളവരെ അനുസരിക്കുന്നില്ല, അതാ വേറെ. മറ്റുള്ളവരെ അനുസരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ ഈ അന്യഭാഷകളെ പഠിച്ചപ്പോൾ ഈ വൈഡ രാജ, അങ്ങനെ അന്യഭാഷയുണ്ട്. വൈഡ രാജ തന്നെയല്ല, ഈ പിന്നെ ഈ അന്യഭാഷ ഒരു പരിധി വരെ ഇമിറ്റേഷനായിട്ട് മാറുന്നുണ്ട്. മോളെ നീ പ്രാപിച്ചോടി, ഏലിയമ്മയുടെ കൊച്ചുമോള് കഴിഞ്ഞ ദിവസം പ്രാപിച്ചേ കണ്ടോടി. അപ്പോൾ ഈ കൊച്ചിനെ എങ്ങനെയെങ്കിലും പ്രാപിക്കണം, കളിയാക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പനും അമ്മയൊക്കെ എന്ത് ചെയ്യും? കളിയാക്കും. നീ പ്രാപിച്ചില്ലല്ലോ, അവൾ എന്ത് ചെയ്തു? പ്രാപിച്ചു. അപ്പോൾ ഈ കൊച്ചിങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് അടുത്തിരിക്കുന്ന ആളുകളുടെയൊക്കെ എന്ത് ചെയ്യും? കേട്ട് വരുമ്പോൾ ഒരു തരം ഭാഷ എന്ത് ചെയ്യും? ഇതിൻ്റെ വായിലങ്ങ് വരികയാണ്. ഒറിജിനൽ അല്ലത്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇന്ന് പറയുന്ന അന്യഭാഷകളല്ല, ഇമിറ്റേഷൻ ഓഫ് ആൻ ഇമിറ്റേഷൻ. മൈൻഡിൽ കിടക്കുന്ന സാധനമാണ്. കേട്ട് അതാണ് മൈൻഡിൽ വന്ന് കിടക്കുന്ന സാധനം. അതെ, പിന്നീട് ഇവരിത് പറഞ്ഞു വരികയാണ്. ഒരു കാർപ്പൻറ്റർ കസേര പണിയുമ്പോൾ അയാൾ ഒറിജിനൽ കസേരയല്ല പണിയുന്നത്, അയാളുടെ മനസ്സിലൊരു കസേരയുണ്ട് അല്ലേ? അയാളുടെ മനസ്സിലുള്ള കസേരയുടെ ഒരു രൂപമാണ് എന്ന് പറയുന്നത് പോലെ അന്യഭാഷകൾ ഒരു പരിധി വരെ ഇമിറ്റേഷൻസ് ആണ് ഒന്ന്. മറ്റൊരു കാര്യം, ഈ ചില സഭകളിൽ ചെന്നാൽ അന്യഭാഷ തീരാറാകുമ്പോൾ ഒരു 3-4 സഹോദരിമാരുടെ ഒരു വെറൈറ്റി അന്യഭാഷ കേൾക്കാം. അവർക്ക് ആ വെറൈറ്റി അന്യഭാഷ പറയാനുള്ള അവസരം ലഭിച്ചില്ലെങ്കിൽ അവരെന്താകും? അസ്വസ്ഥരാകും. ഈ വെറൈറ്റി അന്യഭാഷ എന്തിനാ അവർ പറയുന്നതെന്ന് ചോദിച്ചാൽ, വി ആർ നോട്ട് ലൈക്ക് യു, നിങ്ങളെപ്പോലല്ല ഞങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിന് വേറെന്തൊക്കെയോ സവിശേഷത ഉണ്ട് എന്ന് അറിയിക്കാനാണ്. അന്യഭാഷ അന്യഭാഷയൊക്കെ നമ്മൾ പറയണം, ദൈവത്തോട് സംസാരിക്കാൻ നമ്മൾ ഉപയോഗിക്കണം. അന്യഭാഷ പറയുന്നവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. സ്വഭാവത്തിൽ മാറ്റം ഇല്ലാതെ എന്തൊക്കെ അന്യഭാഷ പറഞ്ഞാലും, പഠിച്ചു പറഞ്ഞാലും പഠിക്കാതെ പറഞ്ഞാലും, അയൽക്കാരനെ സ്നേഹിക്കാതെ, ക്ഷമിക്കാൻ അറിയാതെ. അതെ, ഇങ്ങനെയുള്ളവർ അന്യഭാഷ പറഞ്ഞിട്ട് എന്താണ് അതിനുള്ള ഒരു ഗുണവുമില്ല. ആദ്യം സ്വയം നന്നാവാൻ വേണ്ടി ആത്മീക അനുഭവങ്ങൾ ഉപയോഗിക്കുക. രണ്ടാമത് സ്വയം നന്നായി എന്ന് ഉറപ്പ് വരുത്തുക. സ്വയം നന്നായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ രീതികളിൽ ഉപയോഗിച്ച് മറ്റുള്ളവരെ കൂടെ നന്നാക്കാനായിട്ട് ശ്രമിക്കുക. ജീവിതം കൊണ്ട് നന്നാക്കാനായിട്ട് ശ്രമിക്കുക.